ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ദൈവത്തിന് നികുതി കൊടുക്കണമോ? ചോദ്യം തന്നെ ഒരു നിഷേധാത്മകമായ കാര്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിന് നമ്മുടെ നികുതി ആവശ്യമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ പേരിൽ ധനമാർജിക്കുന്നവരും ദൈവത്തിന്റെ പേരുപയോഗിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരും വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തെ മുൻനിർത്തി സ്വന്തം ജീവിത താല്പര്യങ്ങൾ നിറവേറ്റുന്നവരുടെ എണ്ണം കൂടി വരുന്നു. എല്ലാ വിശ്വാസധാരകളിലും ഇത്തരക്കാരുണ്ട്. സത്യവിശ്വാസം പഠിപ്പിക്കുന്ന നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാമോ? വാസ്തവത്തിൽ ഈ ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശദമായി ദശാംശത്തെക്കുറിച്ചും ദാനധർമ്മങ്ങളെക്കുറിച്ചും കാഴ്ചവെപ്പിനെക്കുറിച്ചും ഒക്കെ ഉള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. ദൈവത്തിന്റെ അഭിലാഷം എന്തെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നും ദൈവം നമ്മളിലൂടെ നിറവേറ്റുന്നത് എന്തെന്നും ലോകം അറിയാനിടയാകണം. അതിന്റെ ഭാഗമായി നിങ്ങളും മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി പേരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, നാം കേൾക്കുമ്പോൾ തന്നെ അല്പം കേട്ട് മാറ്റിവെക്കാതെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. സമയപരിമിതിയെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ട്. പക്ഷേ നാം വിനിയോഗിക്കുന്ന നമ്മുടെ സമയം പോലും എപ്രകാരമാണ് ദൈവസന്നിധിയിൽ ഉപകാരപ്പെടുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. മുഴുവൻ കേൾക്കണം. ഒരുപക്ഷെ ആദ്യത്തെ കേൾവിയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് കേട്ടു നോക്കണം. പലപ്പോഴും അഭിപ്രായം പറയുന്നവർ പോലും ഈ സംഭാഷണങ്ങൾ മുഴുവനായി കേൾക്കുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അത്തരത്തിലായി പോകുന്നു. എന്താണ് ഈ സംഭാഷണത്തിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പരമാവധി ലളിതമായ ഭാഷയിൽ പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷ പരിമിതമാണ്. അതുകൊണ്ട് കൂടുതൽ പ്രാവശ്യം കേൾക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം. അത്തരത്തിൽ നിങ്ങൾ ഈ ശുശ്രൂഷയുമായി സഹകരിക്കുമെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങളും ഭാഗഭാക്കാണ് എന്നൊരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങളത് ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊന്നും അല്ല ഞാൻ പറയുക. ദൈവത്തിന്റെ ലക്ഷ്യം അതാണ്. സത്യം ലോകത്തോട് പറയണം. സത്യം ലോകത്തോട് പറയാൻ നിങ്ങൾക്കും ഒരവസരമാണ് ഈ ശുശ്രൂഷ. നിങ്ങൾക്കും ഭാഗഭാക്കാകാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം, സംശയങ്ങൾ ഉന്നയിക്കണം, അഭിപ്രായങ്ങൾ പറയണം, വിമർശനങ്ങൾ വേണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഒരു സംവാദാത്മകമായ ലോകം ഈ ശുശ്രൂഷയുടെ മേൽ ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഒരു ധ്യാനത്തിലേക്ക്, ഹൃദയപരിവർത്തനത്തിലേക്ക്, അതുവഴി യഥാർത്ഥ ബോധ്യത്തിലേക്കും ക്രൈസ്തവ ജീവിതത്തിലേക്കും മുന്നേറാൻ ഇടയാക്കുകയുള്ളൂ. അതുകൊണ്ട് ഏവരുടെയും സഹകരണവും സ്നേഹവും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ദൈവത്തിന് നികുതി വേണ്ട എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ദൈവം നമ്മുടെ എല്ലാ പ്രയത്നങ്ങളുടെയും ഉടയവനായതുകൊണ്ട് ദൈവം എല്ലാറ്റിനും അവകാശിയാണ് എന്നൊരു ധാരണയാണ് നികുതി കൊടുക്കുന്നതിന്റെ പുറകിലുള്ളത്. നമുക്കിപ്പോൾ ഭൂമി സ്വന്തമായിട്ടാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ഭൂമി സർക്കാരിൻ്റെതാണ്, നമുക്കുള്ളത് കൈവശാവകാശമാണ്. അങ്ങനെ ഭൂമി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നികുതി കൊടുക്കേണ്ടി വരിക. ആ നികുതി യഥാർത്ഥത്തിൽ നമുക്ക് അവകാശമില്ല ഈ ഭൂമിയിൽ എന്നതിന്റെ തെളിവാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടിയാണ് ഭൂമി തന്നിട്ടുള്ളത്. ഈ ഭൂമിയും സൃഷ്ടപ്രപഞ്ചവും മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് നികുതി കൊടുക്കാൻ നമുക്കൊണ്ട് സാധ്യമല്ല. കാരണം നമ്മൾ ഇവിടുത്തെ വാടകക്കാരല്ല, നമ്മൾ ദൈവമക്കളാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിത ചുറ്റുപാടുകളോടും മറ്റുള്ളവരോടും ദൈവത്തിന്റെ സ്നേഹം പ്രഘോഷിക്കണം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ കാത്തിരിക്കുന്നു. ആ വെളിപ്പെടുത്തൽ നമ്മളിലൂടെ ഉണ്ടാകണമെന്നാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മുടെ ആത്മാവിന് മാത്രമേ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാൻ കഴിയൂ. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് പുത്രൻ നികുതി കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് വിശുദ്ധ പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട്. ഭവനത്തിലുള്ളവൻ നികുതി കൊടുക്കേണ്ടല്ലോ. അതുകൊണ്ട് ദൈവഭവനത്തിലെ അംഗങ്ങളാണ് നമ്മൾ ദൈവത്തിന് നികുതി കൊടുക്കേണ്ടതില്ല. ഇനി ദൈവത്തിന് കാഴ്ചകളും നേർച്ചകളൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ
ദൈവത്തിന് ഇവ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ദൈവത്തിന് നമ്മുടെ സ്തോത്രക്കാഴ്ച ആവശ്യമില്ലെന്നേ. നമ്മുടെ കറൻസി സ്വർഗത്തിലെടുക്കുന്ന കറൻസി അല്ല. ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത് നാം മറ്റുള്ളവർക്ക് നമ്മെ തന്നെ കൊടുക്കണമെന്നാണ്. ദൈവം എപ്രകാരമാണോ നമുക്ക് ദാനങ്ങൾ നൽകുന്നത്, അവണ്ണം നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ, നമ്മുടെ ശ്രമം കണക്കാക്കാതെ ദൈവം നമുക്ക് ദാനങ്ങൾ നൽകുന്നത് പോലെ നാം മറ്റുള്ളവരുടേതാണ് എന്ന ബോധ്യത്തിൽ, നാം തന്നെയും ഒരു ദാനമാണെന്ന ബോധ്യത്തിൽ മറ്റുള്ളവർക്ക് നമ്മെ തന്നെ കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ അഭിലാഷം. അതല്ലാതെ നാം ഇടുന്ന നേർച്ചയ്ക്കനുസരിച്ച് നമ്മെ പരിഗണിക്കുന്നവനോ സ്വസ്ത്രക്കാഴ്ചയ്ക്കനുസരിച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നവനോ അല്ല ദൈവം. ദൈവം നമ്മുടെ ധനത്തെ കണക്ക് വയ്ക്കുന്നില്ല. കാരണം ദൈവത്തിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. ദൈവത്തിന്റെ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ് എന്ന് വേണം പറയാൻ. സുവിശേഷ പ്രസംഗങ്ങളിൽ ഇങ്ങനെ ദാനം ലഭിക്കുന്നതിനെ കുറിച്ച്, സ്വസ്ത്രം കൊടുക്കേണ്ടതിനെ കുറിച്ച്, കർത്താവിന് കാഴ്ചകൾ അർപ്പിക്കേണ്ടതിനെ കുറിച്ച് വലിയ പ്രഘോഷങ്ങൾ ഉണ്ടാവുന്നു. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയ്ക്ക് സമ്പത്താർജിക്കുന്നതിന്റെ മാർഗം നമുക്ക് കാണാം. ഒരു പ്രഘോഷകൻ പറയുകയാണ്, ഞാൻ മക്കൾക്ക് പുതിയ നോട്ടാണ് കൊടുക്കാറ്, നിങ്ങളും പുതിയ നോട്ടാണ് കൊടുക്കേണ്ടത്. പുതിയ നോട്ട് കാണുമ്പോൾ ആ മക്കളുടെ കണ്ണ് തെളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ദൈവത്തിനെന്നാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇവയെല്ലാം വെറും തൃണം മാത്രമാണ്. മനുഷ്യന്റെ പ്രയത്നങ്ങളും അധ്വാനവും അവൻ നേടുന്നതുമൊക്കെ ദൈവത്തെ സംബന്ധിച്ച് നിസ്സാരമാണ്. സൃഷ്ടപ്രപഞ്ചത്തിന് ഉടയവനായ ഒരുവന് കാഴ്ച കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് എന്താണ്? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രവൃത്തിയാണ്. ഒരു പ്രയോഗ വഴിയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ക്രിസ്തുവാണ് അതിന് നമുക്ക് അടയാളം. യേശു ക്രിസ്തു എപ്രകാരം അവരന് വേണ്ടി സ്വയം അർപ്പിച്ചുവോ, സകലർക്കും വേണ്ടി അർപ്പിച്ചുവോ, ആ അർപ്പണത്തിന്റെ തുടർച്ച നമ്മിലൂടെ ഉണ്ടാകുമ്പോൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സ്ഥാനത്തേക്കും നാം ഉയർത്തപ്പെടുന്നു എന്നതാണ് യഥാർത്ഥമായ കാര്യം. അതുപോലും ദൈവത്തിന് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒന്നും നമ്മിൽ നിന്ന് ആവശ്യമില്ല. ദൈവം സകലത്തിന്റെയും ഉടയവനാണ്, നമ്മുടെയും ഉടയവനാണ്. ദൈവം നമ്മിൽ നിന്ന് കപ്പം സ്വീകരിക്കുന്നവനോ ദാനം സ്വീകരിക്കുന്നവനോ കാഴ്ച സ്വീകരിക്കുന്നവനോ അല്ല എന്ന കാര്യം നമ്മൾ അറിയണം. ഇനി ദൈവത്തിന് അങ്ങനെ കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലൊരു കാഴ്ച ആർക്ക് കൊടുക്കാൻ പറ്റും? അത് സ്വപുത്രൻ അർപ്പിച്ച യാഗമാണ്. ആ യാഗത്തിനോളം മഹത്വമുള്ളൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ക്രിസ്തുവിന്റെ യാഗത്തോട് നമ്മെ തന്നെ ചേർത്ത് വെച്ച് നമ്മൾ അർപ്പിക്കുമ്പോൾ ആ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ഒന്നും അഭിലഷിക്കുന്നയാളല്ലെന്നും ദൈവം എല്ലാം നമുക്ക് നൽകുന്നയാളാണെന്നും ദാതാവായ ദൈവത്തിന് സ്വീകർത്താവായി ഒരു ഭിക്ഷുവായി നാം തരം താഴ്ത്തരുതെന്നും ഓർക്കണം. ദൈവത്തിന് നേർച്ച കാഴ്ചകളുടെ ആവശ്യമില്ല. ദൈവത്തിന് നമ്മുടെ നോട്ടുകെട്ടുകളുടെ ആവശ്യമില്ല. അതെല്ലാം ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുകൾ എങ്ങനെയാണ്? ഇന്ത്യയിൽ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യൻ കറൻസി ഉപയോഗിക്കും. വിദേശത്ത് ഈ കറൻസി കൊണ്ട് ഉപയോഗമില്ല. അതേപോലെ തന്നെ സ്വർഗം എന്ന് പറയുന്നത് ഈ ക്രയവിക്രയങ്ങളുടെ സ്ഥലമല്ല. അത് ദൈവത്തിന്റെ സമ്പൂർണതയാണ്. അവിടെ ഈ നോട്ടിന്റെ ആവശ്യമില്ല. വിശുദ്ധാത്മാക്കൾക്ക് നോട്ടുമാല ആവശ്യമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ആക്ഷേപിക്കരുത്. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ പുറകെ ഇറങ്ങി വന്ന് ശിഷ്യന്മാരെയും വിശുദ്ധാത്മാക്കളെയും പരിശുദ്ധ അമ്മയെയും ഒക്കെ നോട്ടുകെട്ടുകൾ കാട്ടി നമ്മൾ കളിയാക്കരുത്. അവരുടെ കഴുത്തിൽ നോട്ടുമാല ഇടരുത്, സ്വർണമാല ഇടരുത്. അവരെ കളിയാക്കരുത്, ആക്ഷേപിക്കരുത്. നമുക്കിന്ന് പറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ അബദ്ധം അതാണ്. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ധ്യാനം നടക്കുമ്പോൾ കരങ്ങളിൽ സ്വസ്ത്രക്കാഴ്ച എടുത്ത് ഉയർത്തിപ്പിടിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഇതിന്റെ ഇരട്ടി 7 ഇരട്ടി നൽകുന്നവനാണ് ദൈവം, അമർത്തി കുലുക്കി നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്നൊരു ബോധ്യത്തോടെ ഇതിടാന പറയുന്നു. അത് ഉയർത്തിപ്പിടിച്ചിട്ട് പ്രാർത്ഥനയുണ്ട്. വാസ്തവത്തിൽ പറ്റിക്കുകയാണ്. അതുകൊണ്ട് പോക്കറ്റ് അടി നമ്മൾ മനസ്സിലാക്കണം. എറണാകുളത്ത് പ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രഘോഷകന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥന നടക്കണം. ആ കൂട്ടായ്മയിലുള്ളവർ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവർക്ക് ഒരാവശ്യത്തിന് 10,000 രൂപ വേണം. മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. 10,000 രൂപ വേണം. ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ കുറേ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാവശ്യത്തിനായി മുൻവശത്ത് ഈ സഹോദരനെ കാണാൻ വന്നിരുന്നയാൾ ഒരു 10,000 രൂപ കൊണ്ടും കൊടുത്തു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങളുടെ കരച്ചിൽ കേട്ട് സഹി കേട്ടിട്ട് ഈ മനുഷ്യൻ തന്ന പൈസയാണത്. വാസ്തവത്തിൽ തൻ്റെ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാവശ്യത്തിനായി അവിടെ വന്നിട്ടുള്ളയാൾ ഇവരുടെ ഈ ആവശ്യം നിറവേറ്റി കൊടുക്കുമ്പോൾ ഇവർ തനിക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമെന്നും ദൈവം അനുഗ്രഹിക്കുമെന്നും കരുതി ഇവർക്ക് കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ പോക്കറ്റടിയാണിതെന്ന കാര്യം ഓർക്കണം.
ചിലയിടങ്ങളിലൊക്കെ പൂമാല പണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് പണത്തിനെന്ത് കാര്യം? പള്ളിയുടെ നടത്തിപ്പിനും ചിലവുകൾക്കൊക്കെ പണം ആവശ്യമുണ്ട്. ആ ആവശ്യം നിറവേറ്റാൻ ദൈവത്തിന്റെ പേരിൽ വഞ്ചിക്കരുത്. പള്ളിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ, പള്ളിയുടെ കാര്യം നടക്കണമെങ്കിൽ അത് ഇടവക കൂട്ടായ്മയിലുള്ളവർ നൽകണം. കാരണം പള്ളി നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മളാണല്ലോ. പക്ഷേ പൂമാല പണം, മാല എടുക്കുക, നോട്ടിടുക, ഈ മാല കൊണ്ട് വിശുദ്ധന്റെ തിരുസ്വരൂപത്തിലിടുക. നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിനും വില പറയുന്നവരായി നമ്മൾ മാറുന്നു. വിശുദ്ധ കുർബാനയ്ക്കും വില പറയുന്നവരായി മാറുന്നു. എവിടെയും പണത്തിന്റെ ക്രയവിക്രയമാണ്. ദേവാലയത്തിൽ ഡിജിറ്റൽ നേർച്ചപ്പെട്ടികൾ വന്നൊരു കാലത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. പണം കേന്ദ്രീകൃതമായിട്ടാണ് മുഴുവൻ ചിന്തകളും. അവിടെ വരുന്ന വിശ്വാസികളും മുഴുവൻ പണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണിക്ക വഞ്ചികൾ വാ പിളർന്ന വരുന്ന ഒരു നെറികെട്ടിടമായിട്ട് നമ്മുടെ വിശ്വാസ മേഖല തരം താഴുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ദൈവം സമ്പൂർണ്ണ ദാനമായിരിക്കെ, എല്ലാവർക്കും വേണ്ടിയായിരിക്കെ, ദൈവത്തിന്റെ നാമത്തിൽ നാം മറ്റുള്ളവരെ ഇപ്രകാരം ചൂഷണം ചെയ്യുന്നത് അബദ്ധമാണ്. നിങ്ങൾ ദാനം കൊടുക്കണം. ദാനം കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വിശപ്പിന് ഭക്ഷണമായും വസ്ത്രത്തിന് വസ്ത്രമായും അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കാൻ പഠിക്കണം. അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല, ഒരു ചാരിറ്റി അസോസിയേഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ കാണാം ദരിദ്രനെ, നിങ്ങളുടെ കൺമുമ്പിൽ കാണാം ആവശ്യക്കാരനെ, വിശക്കുന്നവനെ, ദാഹിക്കുന്നവനെ, വസ്ത്രമില്ലാത്തവനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാം. അവനെ മറികടന്ന്, അവനെ അവഗണിച്ച് വിശുദ്ധ പുണ്യമെന്ന നിലയ്ക്ക് നിങ്ങൾ ദൈവത്തിനത് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കുമെന്ന നിലയ്ക്ക് ദശാംശമായും കാണിക്കയായും കാഴ്ചയായും നേർച്ചയായും ഒക്കെ കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. നേർച്ച ഒരു സാക്ഷ്യം മാത്രമാണ്. സാക്ഷ്യം മാത്രമേ ആകാവൂ. അത് ദൈവത്തിന് പണം കൊടുക്കുന്ന കൈക്കൂലിയല്ല. ദൈവം കാര്യം നടത്തി തരുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന കിമ്പളമല്ല ഈ പറഞ്ഞ കാണിക്ക. അതുകൊണ്ട് കാണിക്കകളല്ല, നേർച്ചകളല്ല, കാഴ്ചകളല്ല, ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്, നമ്മുടെ ഹൃദയത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ആലോചന ഈ വിഷയത്തെ സംബന്ധിച്ച് തുടങ്ങാം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങൾ ആലോചിക്കാം. ആ വചനം ആലോചിക്കുമ്പോൾ ആ സാഹചര്യം ഒന്ന് ഓർക്കണം. എങ്ങനെയെങ്കിലും യേശുവിന് വാക്കിൽ കൊടുക്കണമെന്നാണ് ഹെറോദോസ് പക്ഷക്കാരുടെ ആയാലും സദുക്കായരുടെ ആയാലും ഫരിസേയരുടെ ആയാലും ശ്രദ്ധ. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണവർ. അങ്ങനെ ഫരിസേയരുടെ ശിഷ്യന്മാരും ഹെറോദോസ് പക്ഷക്കാരും കൂടി യേശുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ? രാജാവിനെ ധിക്കരിച്ചാൽ രാജനിയമം ഉപയോഗിച്ച് ക്രിസ്തുവിനെ പിടികൂടാൻ കഴിയും. ഇതാണ് ലക്ഷ്യം. അവിടെ ജ്ഞാനത്തിന്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തു മറുപടി പറയുന്നുണ്ട്. അവരുടെ ദുഷ്ടത മനസ്സിലാക്കുന്ന യേശു 19-ാം തിരുവചനത്തിൽ പറയും, ഒരു നാണയം കൊണ്ടുവരിക, അതെന്നെ കാണിക്കുക. ഒരു നാണയം കൊണ്ടൊന്ന് കാണിച്ചു. യേശു ചോദിക്കുന്നുണ്ട്, ഈ നാണയത്തിലെ രൂപവും ലിഖിതവും ആരുടേതാണ്? അവർ പറയും, അത് സീസറിൻ്റെതാണ്. യേശു പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇവിടെ ദൈവത്തിന് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിനെയാണെന്നൊരു സൂചനയുണ്ട്. കാരണം ഈ നാണയത്തിനുള്ള രൂപവും ലിഖിതവും സീസറിൻ്റെതാണ്. നമ്മുടെ അകത്തുള്ള രൂപവും ലിഖിതവും ദൈവത്തിൻ്റെതാണ്. ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും നാം സീസറിന് നമ്മെ കൊടുക്കില്ല, നികുതിയാണ് കൊടുക്കുന്നത്, നാണയം കൊടുക്കും. കാരണം അത് ഇവിടുത്തെ വ്യവഹാര ഭാഷയാണ്. അതുകൊണ്ട് നികുതി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രയത്നങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്ന നികുതികൾ രാജാവിന് കൊടുക്കും, രാജാവിന് കൊടുക്കാം. നാണയം രാജാവിനുള്ളതാണ്, സമ്പത്ത് രാജാവിനുള്ളതാണ്. നിങ്ങൾ എനിക്കത് തരേണ്ട കാര്യമില്ല, എനിക്ക് നിങ്ങളെയാണ് ആവശ്യം എന്നൊരു സൂചന അതിനകത്തുണ്ട്. ദൈവം നമ്മൾ നികുതി ആവശ്യപ്പെടുന്നില്ല, കപ്പം ആവശ്യപ്പെടുന്നില്ല. കാരണം നമ്മിലാണ് ദൈവരാജ്യം, നാം ദൈവരാജ്യത്തിൽ. അങ്ങനെ ക്രിസ്തുവിലായിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്നൊരു സൂചന നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഈ ദാനം കൊടുക്കുന്നതും നേർച്ച കൊടുക്കുന്നതും കാഴ്ചയിടുന്നതും സ്വസ്ത്രക്കാഴ്ച ഇടുന്നതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എൻ്റെ ആണെന്ന് കരുതിയിട്ടാണ്. നമുക്കുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എൻ്റെ ആണെന്ന് കരുതിയിട്ടാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ല, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്, എന്റെ സ്വന്തമാണെന്നൊക്കെ കരുതിയാണല്ലോ നമ്മൾ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ചോദിക്കണം, ദാനമായി നൽകിയതല്ലാതെ നിനക്ക് എന്തുണ്ട്? നിന്റെ അധ്വാനം എവിടെ നിന്നാ? കഴിവ് എവിടെ നിന്നാ? ഇതെല്ലാം എന്നിൽ നിന്നല്ലേ. അതുകൊണ്ട് ദാനമായി കിട്ടിയവൊക്കെ ദാനമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രത്യേക മാഹാത്മ്യമില്ല.
നിനക്ക് എന്ന് വചനം പറയാം. നമുക്ക് ദൈവമൊക്കെ നൽകുന്നത് നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു കൈമാറ്റക്കാർ മാത്രമാണ് നമ്മൾ. ദൈവത്തിന് കരമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവരന് സൗഖ്യമുണ്ടാകാൻ, അവരുടെ ജീവിതത്തിന് തുണയാകാൻ, അവരുടെ വിശപ്പകറ്റാൻ ഞാൻ എന്നെ തന്നെ നൽകുന്നു എന്ന ഭാവമാണ് ദൈവം നമ്മിൽ നിന്ന് അപേക്ഷിക്കുന്നത്. ഈ ഭാവം ഉണ്ടാകുമ്പോഴാണ് നാം ദൈവമക്കളായിട്ട് മാറുക. കാരണം ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടോ നമ്മൾ കാണിക്കണ്ടേ? ദൈവത്തിന്റെ സ്വഭാവം എന്താ? ഒന്നും അങ്ങോട്ട് വാങ്ങിക്കാതെ എല്ലാം കൊടുക്കുന്നവനാണ്. ഫോർ ഗിവിങ് ആൻഡ് ഫോർ ഗിവിങ്, ക്ഷമിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവൻ. ആ ഭാവം നമ്മിലൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ലോകം അറിയാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് അഹങ്കരിക്കുകയോ വിളിച്ചു പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഭാവം ഉണ്ടാകണം. ദൈവത്തിന്റെ മക്കളാകാൻ ബാഹ്യമായ വേഷപ്രച്ഛന്നത കൊണ്ട് നേടാവുന്നതല്ല. അത് ആന്തരികമായൊരു മനോഭാവമാണ്. ഞാൻ ദൈവത്തിന്റെ ദാനമാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും എപ്രകാരമാണോ ക്രിസ്തു ഹൃദയത്തിൽ ഉറപ്പിച്ചത് അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. അതിന് പകരം നേർച്ചയിട്ടോ കാഴ്ചയിട്ടോ ദശാംശം കൊടുത്തോ രക്ഷപ്പെടാമെന്ന ധാരണ വേണ്ട എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 37-ാം തിരുവചനം ചോദിക്കുന്നുണ്ട്, ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ലോകം മുഴുവൻ നേടിയാലും സമസ്തവും നേടിയാലും ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നമുക്ക് കൊടുക്കാൻ നമ്മുടെ ആത്മാവിനെയാണ്. യേശു കുരിശിൽ സ്വന്തം ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ, പിതാവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാനേ നമുക്കാകൂ. അങ്ങനെ ആത്മാവിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ തക്ക വിധം ലോകവുമായി കെട്ടില്ലാതെ നമ്മുടെ ആത്മാവായിരിക്കേണ്ടത് മമതാരാഹിത്യത്തിലൂടെ, ഉപേക്ഷയിലൂടെ, എല്ലാവർക്കും വേണ്ടിയാണ് ഞാനെന്ന ബോധത്തിലൂടെ, അവനവൻ മഹിമയിൽ നിന്ന് പുറത്തു കടന്ന്, ഞാനെന്ന ബോധത്തിൽ നിന്ന് പുറത്തു കടന്ന് നീ മാത്രമേ ഉള്ളൂ എന്ന പരമമായ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്രകാരമാകുമ്പോൾ മാത്രമേ ഏതു സഹന നിമിഷത്തിലും പിതാവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ജീവിതവും ജീവനും മനുഷ്യർക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ് തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിച്ച് അപ്പവും വീഞ്ഞുമായി പകർന്നു നൽകി സ്വയം ഉപേക്ഷിക്കുന്നതിലൂടെയാണ് പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കാൻ ക്രിസ്തുവിന് സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതാർപ്പണം അവരന് വേണ്ടിയായി തീരുമ്പോൾ മാത്രമേ പിതാവിന്റെ കരങ്ങളിലേക്ക് സ്വന്തം ആത്മാവിനെ നമുക്ക് കൊടുക്കാൻ കഴിയൂ. അപ്രകാരം മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നീതിപൂർവകമായി ഇരിക്കാൻ കഴിയൂ, ദൈവത്തിൽ സ്വീകാര്യരാകാൻ കഴിയൂ. പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ എപ്പോഴും ദശാംശം കൊടുക്കണമെന്ന് പറയുക. ദശാംശത്തെക്കുറിച്ചുള്ള സൂചനകൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിലാണ്. അവിടെ അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുന്നു. മെൽക്കിസദേക്ക് സമാധാനത്തിന്റെ രാജാവാണ്, പുരോഹിതനാണ്. അങ്ങനെ രാജാവും പുരോഹിതനുമായ മെൽക്കിസദേക്കിനാണ് അബ്രഹാം ദശാംശം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. ദൈവത്തിന്റെ നാമത്തിൽ അബ്രഹാമിനെ മെൽക്കിസദേക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ദശാംശം കൊടുക്കുന്നു രാജാവിന് എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുക. ലേവ്യരുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ നമുക്കൊരു മാറ്റം കാണാൻ പറ്റും. അവിടെ പറയാണ്, ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളുടെയോ 10% ദശാംശം കർത്താവിനുള്ളതാണ്. വീണ്ടും ലേവ്യരുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 32-ാം തിരുവചനത്തിൽ ആടുമാടുകളുടെ ദശാംശവും ഇപ്രകാരം ലേവ്യർക്ക് കൊടുക്കണം, അത് കർത്താവിനുള്ളതാണ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. സംഖ്യാപുസ്തകത്തിൽ 18:24 എന്തുകൊണ്ടാണ് ഇപ്രകാരം ദശാംശം കൊടുക്കേണ്ടതിനെ കുറിച്ചൊരു സൂചനയുണ്ട്. അവിടെ പറയുന്നത് ലേവ്യർക്ക് ഇസ്രായേലിൽ അവകാശമൊന്നുമില്ല, അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും 10% ലേവ്യർക്ക് നിങ്ങൾ ദശാംശമായി കൊടുക്കണം. 18:26 പറയുന്നുണ്ട്, ഇങ്ങനെ ലേവ്യർക്ക് കിട്ടുന്ന ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ കർത്താവിന് കൊടുക്കണം. വാസ്തവത്തിൽ ദൈവത്തിനൊന്നും ആവശ്യമില്ല, ഇത് പുരോഹിതർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് പുരോഹിതർക്ക് ഇസ്രായേലിൽ അവകാശമില്ലാത്തത് കൊണ്ട് അവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടി ദശാംശം അവർക്ക് കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടാക്കുകയാണ് പഴയ നിയമത്തിൽ കാണാൻ പറ്റുക. നിയമാവർത്തന പുസ്തകത്തിൽ 14, 22, 24 ഒക്കെ ദശാംശത്തെക്കുറിച്ച് ഇപ്രകാരമുള്ള സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൈവത്തിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യപുത്രന്മാർക്ക് ദശാംശം കൊടുക്കണം എന്ന നിലയ്ക്ക് ഒരു സൂചനയുണ്ട്. ഇത് പഴയ നിയമത്തിലാണ്, പുതിയ നിയമമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. ഇത് പഴയ നിയമത്തിലാണ്. അവിടെ ഇങ്ങനെ ദശാംശം കൊടുക്കുന്ന കാഴ്ചപ്പാടുണ്ട്. ഇത് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് എന്നൊരു ധാരണ ഇസ്രായേലിന് ഉണ്ടായിരുന്നു അക്കാലത്ത്. രാജാക്കന്മാർ വരുന്നൊരു കാലത്ത്, പ്രത്യേകിച്ചും സാമുവേലിനോട് ആളുകൾ പറയുന്നത് ഞങ്ങൾക്കൊരു രാജാവ് വേണം. അപ്പൊ ദൈവം അതിനെ നിഷേധിക്കുന്നുണ്ട്, നിങ്ങൾ രാജാവ് വേണ്ട, ഇസ്രായേലിന്റെ രാജാവായ പരിശുദ്ധൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ അവർക്കത് പോരാ, ഞങ്ങൾക്ക് രാജ്യം വെട്ടിപ്പിടിക്കാനും അതിര് കാക്കാനും ഒക്കെ ഒരു രാജാവ് വേണം, മറ്റു ജനതകൾക്ക് എന്ന പോലെ എന്നവർ വാശി പിടിക്കാൻ. അപ്പോഴാണ് രാജാവിനെ കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ രാജാവിനെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ, അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിന്റെ ദശാംശം എടുക്കും, നിങ്ങൾ അടിമകളാക്കി മാറ്റും.
അപ്പൊ ദശാംശം എന്ന് പറയുന്നത് ഒരു പിടിച്ചെടുക്കുന്ന നികുതിപ്പണം പോലുള്ള ഒന്നായിട്ട് ഈ അടിമകളായി മാറുമ്പോൾ രാജാവ് ഭരണം നടത്താൻ വേണ്ടി ഇവരുടെ മേൽ നടത്തുന്ന ഒരു അതിക്രമമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുക. സാമുവേലിന്റെ പുസ്തകം പറയുക, അവൻ നിങ്ങളുടെ ആടുകളുടെ ദശാംശം എടുക്കും, അവൻ നിങ്ങളെ അടിമകളാക്കി മാറ്റും. നെഹമ്യായുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 37-38 തിരുവചനങ്ങളിൽ പുരോഹിതന്മാർക്കുള്ള ഓഹരി ദേവാലയത്തിലും കാർഷിക വിളകളുടെ ഓഹരി ലേവ്യ പുത്രന്മാർക്കും നൽകണമെന്ന് പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിനല്ല, ദൈവത്തിന് ഇവിടെ ആവശ്യമില്ല. ഇത് കൊടുക്കുന്നത് പുരോഹിത ഗണത്തിനാണ്, ഇത് കൊടുക്കുന്നത് ലേവ്യ പുത്രന്മാർക്കാണ്, ശുശ്രൂഷകർക്കാണ്. അവർക്ക് ജീവിക്കാനുള്ള ഉപാധി എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയ ഏർപ്പാടാണ് ദശാംശമെന്ന് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തോബിത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 7-8 തിരുവചനങ്ങളിൽ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യപുത്രന്മാർക്ക് ഞാൻ നൽകുന്നുണ്ട്. മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്ന തുക ഞാൻ ജെറുസലേമെ കൊണ്ട് ചെലവാക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗം, മൂന്നാമതൊരു ദശാംശം എൻ്റെ പിതാമഹിയായ ദബോറ പറയുന്നതനുസരിച്ച് ഞാൻ കടപ്പാടുള്ളവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ 3 തരം ദശാംശങ്ങളെ കുറിച്ചാണ് തോബിത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു ഭാഗം ലേവ്യപുത്രന്മാർക്ക്, ഒരു ഭാഗം ജെറുസലേമെ കൊണ്ട് ചെലവാക്കാൻ വേണ്ടി, ഒരു ഭാഗം പിതാമഹിയായ ദബോറ പറയുന്നതനുസരിച്ച് കടപ്പാടുള്ളവർക്ക് നൽകുന്നുണ്ട്. 1 മക്കബായരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ജോനാഥനും ദെമത്രിയൂസ് രാജാവും തമ്മിൽ സഖ്യമുണ്ടാകുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ കപ്പം, ദശാംശം എല്ലാം ഇളവ് ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ രാജാവാണ് ഇവയൊക്കെ സ്വീകരിച്ചിരുന്നത്, അവയൊക്കെ ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിനല്ല ദശാംശം. ദൈവത്തിന് നമ്മുടെ ദശാംശം ആവശ്യമില്ല. ദൈവം പണം കൊണ്ട് ജീവിക്കുന്നവനല്ല. ദൈവം നമ്മുടെ ആടുമാടുകളെ ആഗ്രഹിക്കുന്നവനല്ല. ദൈവത്തിന് നമ്മുടെ വസ്തുക്കൾ ആഗ്രഹമില്ല. ദൈവത്തിന് ഇവയൊക്കെ കാഴ്ചയായി കൊടുക്കാമെന്ന് പറയുന്നത് മൗഢ്യമാണ്. ദൈവത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ഹൃദയമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ നൽകുക വഴി പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ സ്വീകാര്യമായി ബലിയർപ്പിക്കുന്നു. ആ ബലിയുടെ ഭാഗമായ ഒരു ജീവിതം ആനുകാലിക ലോകത്ത് നയിക്കാനാണ് നാം വിളിക്കപ്പെടുന്നത്. അതല്ലാതെ പണം കൊണ്ട് ദൈവത്തെ സ്വാധീനിക്കാമെന്നോ പണം കൊടുത്ത് പണം നേടാമെന്നോ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാമെന്നോ തെറ്റിദ്ധരിക്കരുത്. അപ്രകാരം ഒരു ശ്രമം നടത്തുന്ന ശിമെയോനോട് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, നീ നിന്റെ ധനവും നശിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ കുറച്ച് നൽകണം എന്ന് പറഞ്ഞ് നാണയം കൊടുക്കാൻ പോകുമ്പോൾ ആ നാണയത്തുട്ടുകൾ നശിക്കട്ടെ എന്നാണ് പറയുക. ഇത് പണം കൊടുക്കാവുന്ന കാര്യമല്ല. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ആത്മാവിനെയാണ്. ദൈവത്തിൻ്റെതാണ് നമ്മുടെ ആത്മാവ്. നാം ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിലാണ്. ക്രിസ്തുവിൽ അവരന് വേണ്ടി എത്രത്തോളം നമുക്ക് സ്വയം സമർപ്പിക്കാൻ കഴിയുമോ, സ്വയം ഉപേക്ഷ വഴി ദൈവത്തിന് പ്രീതികരമായ ക്രിസ്തുയാഗത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാൻ കഴിയുമോ, അത്രത്തോളം രക്ഷയുടെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നതാണ് വാസ്തവം. അതുകൊണ്ട് നാം ഇത്തരം കുടുക്കുകളിൽ പെടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹിക നിയമങ്ങളാണ് സുഭാഷിതത്തിന്റെ പുസ്തകങ്ങളടക്കമുള്ള പുസ്തകങ്ങൾ. അവിടെ ദശാംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ കാഴ്ച കൊടുക്കുമ്പോൾ മുഖം വാടരുത്, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. ഇത് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്, പഴയ നിയമത്തിലാണ്. പലപ്പോഴും സുവിശേഷ പ്രഘോഷണ വേളകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന മലാക്കി 3:10 ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരൂ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ, എന്നിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഇരട്ടിയായി തരുമെന്ന് പറയുന്ന വാക്യം മലാക്കി പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പ്രഘോഷിക്കുന്നത്. ഇത് നമുക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാ, പറയണവന് കാശുണ്ടാക്കാൻ വേണ്ടിയാ. ദൈവസന്നിധിയിൽ ഉറപ്പോടെ ഇത് പറയാൻ പറ്റുന്നത് ഇന്നവരെ ധ്യാനിപ്പിച്ചിട്ട് സ്വസ്ത്രക്കാഴ്ച നമ്മൾ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ പലപ്പോഴും സ്വസ്ത്രക്കാഴ്ച എടുത്തിട്ടുണ്ട്. അവരോട് പറയും നഷ്ടമാണ്, കൊടുത്താൽ തിരിച്ചു കിട്ടില്ല, പോകും, കയ്യിൽ നിന്ന് പോകും, അതുകൊണ്ടുള്ളതേ കൊടുക്കാവൂ, പറ്റണതേ കൊടുക്കാവൂ, ധൈര്യമായിട്ട് കൊടുക്കാം. കൊടുക്കുന്നത് നിങ്ങളുടെ പള്ളിയിൽ ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടിയാണ്. ശുശ്രൂഷ വഴി അപ്രകാരം എവിടെയൊക്കെ ധ്യാനം നടന്ന് സ്വസ്ത്രക്കാഴ്ച എടുത്തിട്ടുണ്ടോ ആ എടുത്ത കാഴ്ച ആ ഇടവകയിൽ കുട്ടികളെ പഠിപ്പിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കണമെന്ന പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് തന്നെ വികാരിയച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ദശാംശം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അത് കഴിഞ്ഞ് തികഞ്ഞ ദാരിദ്ര്യത്തിലേക്കും കഷ്ടതയിലേക്കുമാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. വചനം പറയുമ്പോൾ നമുക്ക് ആ വചനം ഫലപ്രാപ്തി ഉള്ളതാണെന്ന് ഉറപ്പുണ്ടാകണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു സഹനം ഉണ്ടാകണം, വേദന ഉണ്ടാവണം, നഷ്ടമുണ്ടാവണം. വചനം ദൈവത്തിൻ്റെയാണ്. വചനം ദൈവം തന്നതാ. ദൈവമാണ് പറയിക്കുന്നത്. നമുക്കതിനുള്ള ശേഷിയോ കഴിവോ അറിവോ ഒന്നുമില്ല. ദൈവമാണത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് കൂലി മേടിക്കാൻ പറ്റൂ? ആകെ നമുക്ക് കൊടുക്കാവുന്നത് എന്താ? ആകെ കൊടുക്കാവുന്നത് നമ്മുടെ സമയവും നമ്മുടെ
സാന്നിധ്യവുമാണ്. അതിന്റെ പിന്നിൽ ക്ലേശങ്ങളുണ്ടാവും. ധ്യാനിപ്പിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ വയ്യ, നമുക്ക് പണം ഉണ്ടാകുന്നില്ല, നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ധ്യാനങ്ങൾ വന്നാൽ നമ്മൾ വലിയ കഷ്ടത്തിലേക്ക് പോകും. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതമുണ്ടല്ലോ, ആ ഞെരുക്കമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആകെ കാഴ്ചവെക്കാനുള്ളത്. പക്ഷേ ഇപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ സുഖസമൃദ്ധിയിൽ, സമ്പന്നതയിൽ ജീവിക്കുന്നു, സ്വത്താർജിക്കുന്നു, വീടുകൾ ഉണ്ടാവുന്നു, സംവിധാനങ്ങൾ ഉണ്ടാവുന്നു. എവിടെ നിന്ന്? ദൈവം തന്നു എന്നാണ് അവർ പറയുക. ദൈവത്തിന്റെ നാമത്തിൽ മറ്റുള്ളവരെ പോക്കറ്റ് അടിച്ചിട്ട് എന്ന് നമ്മൾ പറയും. വചനം പറഞ്ഞ് മയക്കി ദൈവത്തിന്റെ നാമത്തിൽ മനുഷ്യരെ പറ്റിച്ച് കരഗതമാക്കുന്നത് കൊണ്ടാണ് സ്ഥാപനങ്ങൾ ഉയരുന്നത്, ശുശ്രൂഷകർ സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നത്. സുവിശേഷം പറയുമ്പോൾ അനുഭവിക്കേണ്ട ദാരിദ്ര്യമോ കഷ്ടതയോ ഞെരുക്കമോ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രഘോഷകർക്കില്ലാതെ പോകുന്നത്? വിശുദ്ധ ജീവിത പാരമ്പര്യങ്ങളിൽ എങ്ങും കാണാത്ത സുഖസമൃദ്ധമായൊരു ജീവിതമല്ലേ ഇന്ന് സുവിശേഷം പറഞ്ഞിട്ട് നയിക്കുന്നത്? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ കൊള്ളയടിക്കുന്നവരായ ഇത്തരക്കാർ മാറുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ടുള്ളത് പറയാം. വിമർശനങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാവും. അധ്വാനം മുഖേന ജീവിതത്തിനകത്ത് നേടുന്നത് കൊണ്ട് കൂടിയാണ് നമ്മളിത് പറയുന്നത്. അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതാണെന്നും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ഞാൻ തന്നെയും എൻ്റെ അല്ല എന്നൊരു ബോധ്യമാണ് സുവിശേഷത്തിനായി ജീവിക്കണം, സുവിശേഷം പറയണം എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അല്ല, ഞാൻ എനിക്ക് വേണ്ടിയല്ല. സ്വയമുപേക്ഷയുടെ വഴിയിലൂടെ അല്ലാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധ്യമല്ല. ഇത് സ്വയം നീതീകരിക്കാൻ പറയുന്ന കാര്യമല്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ. നിങ്ങളോട് വചനം പറയുന്ന, നിങ്ങളോട് സുവിശേഷം പറയുന്ന, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ആളുകൾ ഇപ്രകാരം ഒരു ജോലിയും ചെയ്യാതെ, പ്രത്യേകിച്ച് ഒരു അധ്വാനവുമില്ലാതെ എങ്ങനെയാണ് സുഖസൗകര്യങ്ങളിലും സുഖഭോഗങ്ങളിലും ആയിരിക്കുന്നത്? എങ്ങനെയാണ് ധനം ആർജിക്കുന്നത്? അത് ഇപ്പറഞ്ഞ പോലെ ആളുകളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങിത്തരുന്ന ആളാണ് ഞാൻ, നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവത്തിന് കൊടുക്കുന്നു എന്ന പേരിൽ നിങ്ങൾ കൊടുക്കുന്നതെല്ലാം കൈയിട്ട് വാരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ സുഖഭോഗങ്ങളിലേക്ക് പോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ ജനം സ്നാപകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 11-ാം വചനത്തിൽ സ്നാപകൻ പറയും, നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ, നിങ്ങൾക്കുള്ളതിന്റെ പകുതി കൊടുക്കുക. സ്നാപകന്റെ ഉപദേശം അങ്ങനെയാണ്. പഴയ നിയമത്തിൽ നിന്ന് കടന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവരന് നിങ്ങൾക്കുള്ളത് പങ്കുവെക്കാൻ പഠിക്കണം എന്ന കാര്യമാണ് സ്നാപകം പറയുക. നീതിപൂർവകമായ ജീവിതത്തിന് സ്വർഗം അവകാശമാക്കാൻ സ്നാപകൻ മുന്നോട്ട് വെക്കുന്ന ഉപാധി, നിങ്ങൾക്കുള്ളതിന്റെ പകുതി മറ്റുള്ളവർക്ക് കൊടുക്കുക, 2 ഉടുപ്പുള്ളവൻ 1 കൊടുക്കുക, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യുക. എന്നാൽ യേശു സുവിശേഷത്തിൽ ഈ ദശാംശത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? മത്തായി സുവിശേഷം 23:23 ലൂക്കാസ് സുവിശേഷം 11:42 അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ജീരകത്തിന്റെയും ചതവുപ്പയുടെയൊക്കെ നികുതി കൊടുക്കും, എന്നിട്ട് നീതിയുടെ യഥാർത്ഥ ഭാഗം നിങ്ങൾ വിട്ടുകളയും. നീതിയുടെ യഥാർത്ഥ ഭാഗം എന്താ? അത് കാരുണ്യമാണ്, സ്നേഹമാണ്. ദൈവകൽപ്പനയുടെ പ്രധാന ഭാഗത്തെ അവഗണിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ദൈവത്തിനെന്ന പേരിൽ, ദൈവത്തെ പ്രീതിപ്പെടുത്താവുന്ന പേരിൽ നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്, പക്ഷെ കാരുണ്യം നിങ്ങൾ അവഗണിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ കാരുണ്യമാണ് അനുവർത്തിക്കേണ്ടിയിരുന്നത്, ദശാംശമല്ല എന്നാണ് ക്രിസ്തു പറയുക. ലൂക്കാസ് സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ ഒരു ചുങ്കക്കാരന്റെയും ഫരിസേന്റെയും പ്രാർത്ഥന നമുക്ക് കാണാം. എന്നാൽ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ നീതീകരിക്കപ്പെടുന്നത് ചുങ്കക്കാരനാണ്. അവൻ പറഞ്ഞു, ഞാൻ പാപിയാണ്. യഥാർത്ഥത്തിൽ അനുതാപപൂർണമായ ഹൃദയമാണ് നീതീകരിക്കപ്പെടുക, അല്ലാതെ നമ്മുടെ നേർച്ച കാഴ്ചകളല്ല നമ്മളെ നീതീകരിക്കുന്നതെന്ന് ഓർക്കണം. വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായം 21-ാം തിരുവചനത്തിലും, വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനത്തിലും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 22-ാം തിരുവചനത്തിലും നമുക്കൊരു കാര്യം കാണാം. ഒരു യുവാവിനോട്, ധനികനായ യുവാവിനോട് തന്നെ അനുഗമിക്കാൻ അനുപേക്ഷണീയമായിട്ടുള്ളത് എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. കൽപ്പനകളൊക്കെ പാലിക്കുന്നവനാണ് താനെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന അവനോട് ക്രിസ്തു പറയുന്നു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അങ്ങനെ നീ ഒന്നുമില്ലാത്തവനായി തീരുക. നീ നിസ്വനായി മാറുമ്പോഴാണ് എൻ്റെ പക്ഷത്തായിട്ട് മാറുക. അത് നിനക്കുള്ളത് നിന്നെ ധനവാനാക്കുന്നു. ഈ ധനവാനാകുമ്പോൾ നീ
ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണ്. മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ് നീ പഠിക്കേണ്ടത്. നിന്റെ കയ്യിൽ ഇപ്പോൾ സമ്പത്തുണ്ട്, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വയം പങ്കുവെക്കാനുള്ള ഈ ആഹ്വാനം കുരിശിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് നിറവേറ്റിയ ഒരാളാണ് യേശുക്രിസ്തു. അവിടെ നിന്ന് സ്വയം ദാനമായി മാറേണ്ടത് എങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വ്യാജമായ ദൈവത്തിന് ദശാംശം കൊടുത്ത് സമ്പത്ത് കൊടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കാമെന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് മോചനം നേടണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ വേണമെങ്കിൽ പോയിക്കോ, നിങ്ങൾ ഏത് ധ്യാന കേന്ദ്രത്തിൽ പോയിക്കോ, നിങ്ങൾ ഒന്നും കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു നോക്കി. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ അയൽപക്കത്ത് വിശക്കുന്നവന് മാത്രമേ കൊടുക്കൂ എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയേ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വേദനിക്കുന്നവരുമായി പങ്കുവെക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചേ. പല ആൾദൈവങ്ങളും ഇല്ലാണ്ടായിപ്പോ. അത്തരം പ്രാർത്ഥനാ സങ്കേതങ്ങൾ നിന്നുപോകും. എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകണമെന്ന് അഭിലഷിച്ച് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കയറി ഇങ്ങനെ ആളുകളെ കൊണ്ട് സാക്ഷ്യം പറയിച്ച് അവയെല്ലാം വീഡിയോ ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നത്? യേശുക്രിസ്തുവിന് എല്ലാവരും അറിയണമെന്ന് വിചാരിച്ചിട്ടാണ്. ആള് കൂടുതൽ വന്നാൽ കൂടുതൽ പണം കിട്ടും. ദൈവസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ ഈ ആധിപത്യം മേൽക്കോയ്മ സഭയ്ക്കകത്ത് പ്രബലമായിട്ടുണ്ട്. അത് വിനാശകരമാണ് എന്ന കാര്യം വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. അപകടകാരിയായ ഒരു കാര്യമാണിത്. ദാരിദ്ര്യത്തിലേക്ക് തിരികെ പോകാതെ, അഥവാ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ വിശ്വാസികളിൽ നിന്ന് പണം ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാകാതെ, ദരിദ്രനുമായി പങ്കുവെക്കുക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിശ്വാസികളെ തിരികെ നയിക്കാതെ സഭയ്ക്ക് ശാന്തമാകാൻ കഴിയില്ല. ധനം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ വരും. അവിടെ തിന്മകളെല്ലാം അടിഞ്ഞുകൂടും. കാരണം ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് സാധ്യമല്ല തന്നെ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദശാംശത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം. ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കാവുന്ന തെറ്റിദ്ധാരണ മാറ്റണം. ദശാംശം കൊടുത്ത് ശുശ്രൂഷകരെ വഴിതെറ്റിക്കരുത്. ദൈവവചനം പറയുന്നതിൽ അവർ പുലർത്തേണ്ട സഹനത്തിന്റെ വഴിയെ അടച്ചു കളയരുത്. വചനം പറയട്ടെ, സുവിശേഷം പറയട്ടെ, അവർ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കട്ടെ. അതുകൊണ്ട് പ്രലോഭനവുമായി നോട്ടുകെട്ടുകളുമായി ഇത്തരം ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലരുത്. സ്വസ്ത്രക്കാഴ്ചയുടെ പേരിൽ നിങ്ങൾ വാരിക്കോരി നിക്ഷേപിക്കരുത് എന്നാണ് അഭ്യർത്ഥന. ഇത് കേൾക്കുമ്പോൾ ഇനി അതിൻ്റെ പേരിൽ വിമർശനം ഉണ്ടാകാനിടയുണ്ട്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ ഈശോ നമുക്ക് നൽകുന്ന സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന വേദികളായി നമ്മുടെ സുവിശേഷ വേദികൾ മാറട്ടെ. വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളും കൂടുതൽ തീക്ഷ്ണമായ ദൈവാനുഭവങ്ങളും ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് ലഭിക്കാനിടയാകട്ടെ. സമ്പത്ത് കൊണ്ട് സമ്പത്ത് നേടാമെന്ന് ഒരു വ്യവഹാര ബന്ധമായി ദൈവ മനുഷ്യബന്ധം അധപ്പതിക്കാതിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ആത്മാവിനെയാണ് ദൈവത്തിന് ആവശ്യം. ആ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അത് സാധ്യമാകൂ. അങ്ങനെ അപരോന്മുഖമായ ഒരു ജീവിതം നയിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാനമാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ദൈവം അതിനെ സമൃദ്ധമായി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.